എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേദാന്തത്തിന്റെ 3 ദൈവസങ്കല്പങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ദേവതകൾ, ഈശ്വരൻ, ബ്രഹ്മം. ദേവതകൾ എന്നത് നാമരൂപങ്ങളോട് കൂടിയ ദൈവങ്ങളാണ്. ഈശ്വരൻ എന്നത് നാമമില്ലാത്ത ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന കോസ്മിക് ഇന്റലിജൻസ് ആണ്. ഒടുവിൽ ഏറ്റവും പരമമായ സത്യം ബ്രഹ്മം. എല്ലാ ആത്മീയ അന്വേഷണങ്ങളും ഒടുവിൽ എത്തിച്ചേരുന്നത് ബ്രഹ്മത്തിലാണ്. എല്ലാറ്റിനും അസ്തിത്വം നൽകുന്ന ശുദ്ധ ചൈതന്യമാണ് ബ്രഹ്മം, പ്യുവർ കോൺഷ്യസ്നസ്. ആ ശുദ്ധ ചൈതന്യമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യവും. ഇന്നത്തെ വീഡിയോയിൽ ബ്രഹ്മത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താണ് ബ്രഹ്മം? അതിനെ കാണാനോ തൊടാനോ കഴിയുമോ? വാക്കുകളിലൂടെ അതിനെ മനസ്സിലാക്കാൻ കഴിയുമോ? ഇതെല്ലാം നമുക്ക് നോക്കാം. പ്രിയമുള്ളവരെ, വേദാന്ത ഇൻ സിമ്പിൾ ലോജിക് എന്ന വീഡിയോ പരമ്പരയിലേക്ക് സ്വാഗതം. വേദങ്ങൾ, വേദാന്തം, മഹാവാക്യങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണിത്. പഴയ വീഡിയോകൾ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ബ്രഹ്മം എന്ന യാഥാർത്ഥ്യത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന ധാരാളം ഉപനിഷത്ത് മന്ത്രങ്ങൾ ഉണ്ട്. പ്രിയമുള്ളവരെ, എന്താണ് ബ്രഹ്മം എന്ന വിഷയത്തിൽ നമ്മൾ മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ 3 പ്രധാന ഉപനിഷത്ത് മന്ത്രങ്ങളിലൂടെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം. ആദ്യത്തെ മന്ത്രത്തിലൂടെ ബ്രഹ്മം എന്നത് ഒരു വസ്തുവല്ല എന്ന് മനസ്സിലാക്കാം. ബ്രഹ്മത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ മനസ്സുകൊണ്ട് മനസ്സിലാക്കാനോ കഴിയില്ല. കാരണം അത് വാക്കുകൾക്കും അതീതമാണ്. അടുത്ത മന്ത്രത്തിൽ ബ്രഹ്മൻ എന്നത് ഏകമാണെന്നും മറ്റൊന്ന് ഇല്ല എന്നും മനസ്സിലാക്കാം. അതായത് ഒരേ ഒരു യാഥാർത്ഥ്യമാണ് ബ്രഹ്മം എന്നത് മനസ്സിലാക്കാം. മൂന്നാമത്തെ ഭഗവത്ഗീത ശ്ലോകത്തിലൂടെ എല്ലാം ബ്രഹ്മമാണ്, സർവം കൽവിതം ബ്രഹ്മ എന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകം ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് തൈത്രീയ ഉപനിഷത്തിലെ ഒരു മഹാവാക്യമാണ്. യതോ വാച്യ നിവർത്തന്തെ അപ്രാപ്യ മനസ സഹ. ഇതിന്റെ അർത്ഥം വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സത്യമുണ്ട്, അതാണ് ബ്രഹ്മം. ഉപനിഷത്ത് പറയുന്നത് ബ്രഹ്മത്തെ മനസ്സിന് അറിയാൻ കഴിയില്ല, വാക്കുകൾ കൊണ്ട് അതിനെ വിവരിക്കാനും കഴിയില്ല. അപ്പോൾ ഈ വാക്യം നമ്മുടെ ഉള്ളിൽ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഉണ്ടാക്കും. ഈ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ, അതായത് വാക്കുകൾ കൊണ്ട് ബ്രഹ്മത്തെ വിവരിക്കാൻ കഴിയില്ല, മനസ്സിന് എത്തിച്ചേരാൻ കഴിയില്ല, മനസ്സുകൊണ്ട് സംഗ്രഹിക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ 2 ചോദ്യങ്ങൾ ഉയരും. ഒന്നാമത്തെ ചോദ്യം, വാക്കുകൾ കൊണ്ട് ബ്രഹ്മത്തെ വിവരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബ്രഹ്മത്തെക്കുറിച്ച് പഠിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ബ്രഹ്മത്തെ വിവരിക്കാൻ കഴിയില്ലെങ്കിൽ വേദങ്ങൾ കൊണ്ടും വേദാന്ത പഠനങ്ങൾ കൊണ്ടും എന്താണ് പ്രയോജനം? പ്രിയമുള്ളവരെ, ഇവിടെയാണ് വേദാന്തം വളരെ മനോഹരമായ ഒരു ഉത്തരം നൽകുന്നത്. ബ്രഹ്മത്തെ വിവരിക്കാൻ വാക്കുകൾ കൊണ്ട് കഴിയില്ല, എന്നാൽ ബ്രഹ്മമല്ലാത്തതിനെ വിവരിക്കാൻ വാക്കുകൾ കൊണ്ട് കഴിയും. ബ്രഹ്മമല്ലാത്തതിനെ നിഷേധിച്ചാൽ പിന്നെ എന്താണ് ബാക്കി വരുന്നത്? നിങ്ങൾ ചിന്തിക്കൂ. അപ്പോൾ ബ്രഹ്മം മാത്രമേ ബാക്കി വരികയുള്ളൂ. ഇവിടെയാണ് വേദാന്തത്തിന്റെ യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. കാരണം വേദാന്തം ഒരിക്കലും നിങ്ങളെ ബ്രഹ്മമാക്കി തീർക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾ ഓൾറെഡി ബ്രഹ്മമാണ് എന്ന് പറയുന്നു. ഉപനിഷത്ത് വാക്യം തത്വമസി, നീ ആ ബ്രഹ്മമാണ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രശ്നം ഈ അറിവിനെ നമ്മുടെ അജ്ഞാനം മറഞ്ഞു നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മിഥ്യാബോധത്തിൽ ജീവിക്കുന്നു. വേദാന്തം ചെയ്യുന്നത് ആ അജ്ഞാനത്തെ നീക്കുക, അല്ലെങ്കിൽ ആ മിഥ്യാബോധത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് വാക്കുകൾ കൊണ്ടും ലാംഗ്വേജ് കൊണ്ടും സാധിക്കും. അപ്പോൾ ആദ്യം ഒരു വസ്തുവിനെ വാക്കുകൾ കൊണ്ട് എങ്ങനെ വിവരിക്കണമെന്ന് വേദാന്തം പറഞ്ഞു തരുന്നു. വേദാന്തം അതിനെ 4 രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഏതൊരു വസ്തുവിനെയും ഈ 4 രീതിയിൽ വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയുമെന്ന് വേദാന്തം പറയുന്നു. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. വേദാന്തം പറയുന്നത് ലോകത്തിലെ ഓരോ വസ്തുവിനെയും 4 രീതിയിൽ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയും. ആദ്യത്തേത് ജാതി. ഇത് എന്ത് തരം സാധനമാണ് എന്ന ചോദ്യത്തിന് നമ്മൾ ഇവിടെ ജാതി എന്നാൽ വിഭാഗം, ക്ലാസിഫിക്കേഷൻ, സ്പീഷീസ് എന്നൊക്കെയാണ് അർത്ഥം. അടുത്തത് ഗുണം. ഗുണം എന്നാൽ ഇതിന് എന്ത് ഗുണമാണുള്ളത്? ക്വാളിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, എന്ത് ഗുണമാണ് ഇതിനുള്ളത്. മൂന്നാമത്തേത് ക്രിയ, അതായത് ഇത് എന്ത് ചെയ്യുന്നു.
എല്ലാ വസ്തുക്കളും എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. അവസാനത്തേത് സംബന്ധം. എന്തിനോടെങ്കിലും ബന്ധപ്പെടുത്തി നമുക്ക് വാക്കുകൾ കൊണ്ട് ഇതിനെ വിവരിക്കാൻ കഴിയുമോ? ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും ഈ നാലിൽ ഒന്നിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒന്നിലധികം കൊണ്ടോ നമുക്ക് വിവരിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇവ ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. എങ്ങനെയാണ് ബ്രഹ്മം ഈ നാലെണ്ണത്തിനും അതീതമായി നിൽക്കുന്നത് എന്നും മനസ്സിലാക്കാം. ആദ്യത്തേത് ജാതി. ജാതി എന്നാൽ വർഗം, വിഭാഗം എന്നൊക്കെയാണ് അർത്ഥം. ഉദാഹരണം നോക്കൂ, മനുഷ്യൻ, മരങ്ങൾ, മൃഗം, പക്ഷി, ഇതെല്ലാം ഓരോ ജാതികളാണ്. ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് അതിന്റെ ജാതിയാണ്. ഇനി നിങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കൂ. ബ്രഹ്മം സൂക്ഷ്മമാണ്, നിരാകാരമാണ്. ജാതി എന്നത് വേർതിരിക്കണമെങ്കിൽ ഒന്നിലധികം വേണം. എന്നാൽ ബ്രഹ്മം ജാതിക്ക് അതീതമാണ്. അടുത്തത് ഗുണം. ഗുണം എന്നത് പ്രത്യേകതകൾ അല്ലെങ്കിൽ സ്വഭാവം, ക്വാളിറ്റി, ഇതെല്ലാമാണ് അർത്ഥം. ഉദാഹരണത്തിന് ചുവപ്പ്, ഉയരം, ബുദ്ധി, മധുരം, ഭാരം, ഇതെല്ലാം ഓരോ വസ്തുവിന്റെ ഗുണങ്ങളാണ്. നമ്മൾ ഈശ്വരനെ കുറിച്ച് പഠിച്ചപ്പോൾ ഈശ്വരന്റെ 3 ഗുണങ്ങൾ നമ്മൾ കണ്ടു. അതാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം. മാത്രവുമല്ല ഈശ്വരനെ വേദാന്തം കർമ്മഫലദാത എന്നും വിളിക്കുന്നുണ്ട്. അതായത് ഒരു ജീവന്റെ കർമ്മഫലങ്ങൾ നൽകുന്ന ആളുകൂടിയാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരന് ഗുണങ്ങളുണ്ട്. എന്നാൽ ബ്രഹ്മം നിർഗുണമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ ഗുണാതീതൻ എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തിന് യാതൊരു ഗുണങ്ങളും ഇല്ല. ഇനി മൂന്നാമത്തേതാണ് ക്രിയ. ക്രിയ എന്നത് പ്രവർത്തനമാണ്. ഉദാഹരണത്തിന് നടക്കുക, പഠിക്കുക, ചിന്തിക്കുക, പറക്കുക, ലോകത്തിലെ എല്ലാ വസ്തുക്കളും എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. എന്നാൽ ബ്രഹ്മം അകർത്താവാണ്. ബ്രഹ്മം ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് ബ്രഹ്മം ഉള്ളതുകൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. നിങ്ങൾ ഒരു നിമിഷം സൂര്യനെ കുറിച്ച് ചിന്തിക്കൂ. പകൽ സമയത്ത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് നമ്മൾ പലതരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നു. എന്നാൽ ഇതിലൊന്നിനും സൂര്യൻ നേരിട്ട് പങ്കാളിയാകുന്നില്ല. എന്നാൽ സൂര്യപ്രകാശം ഇല്ലെങ്കിലോ ആ പ്രവൃത്തികളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതേപോലെയാണ് ബ്രഹ്മം. ബ്രഹ്മം ആ കർത്താവാണ്. എന്നാൽ ബ്രഹ്മമില്ലാതെ ഒരു പ്രവൃത്തിയും നമുക്ക് നടത്താൻ സാധിക്കില്ല. ഇനി അവസാനത്തേതാണ് സംബന്ധം. സംബന്ധം എന്നാൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിനുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. ഉദാഹരണത്തിന് ഇന്നയാളുടെ മകൻ എന്ന് പറയാം, ഇയാളുടെ സുഹൃത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ പശുവിന്റെ കയറ്. അത് പല രീതിയിലും നമ്മൾ ബന്ധപ്പെടുത്തുന്നു. എല്ലാ ബന്ധങ്ങൾക്കും 2 വസ്തുക്കൾ വേണം. എന്നാൽ ബ്രഹ്മം ഏകമാണ്, അദ്വയമാണ്, ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ബ്രഹ്മത്തെ സംബന്ധിച്ച് എന്ന് പറയാൻ കഴിയില്ല. വേദാന്തം ബ്രഹ്മത്തെ വിളിക്കുന്നത് അസംഗം എന്നാണ്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏതൊരു വസ്തുവിനെ കുറിച്ച് വാക്കുകൾ കൊണ്ട് വിവരിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ വേണം. എന്നാൽ ഈ 4ഉം ബ്രഹ്മത്തെ വിവരിക്കാൻ അപര്യാപ്തമാണ്. നിങ്ങൾ നോക്കൂ, ആദ്യത്തേത് ജാതി. ബ്രഹ്മം നിരാകാരമാണ്. അതുകൊണ്ട് ജാതി വെച്ച് നമുക്ക് ബ്രഹ്മത്തെ വിവരിക്കാൻ സാധിക്കില്ല. അടുത്തത് ഗുണം. ബ്രഹ്മം നിർഗുണമാണ്, യാതൊരു ഗുണങ്ങളും ഇല്ലാത്തതാണ്. അതുകൊണ്ട് അത് വെച്ച് നമുക്ക് ബ്രഹ്മത്തെ വിവരിക്കാൻ സാധിക്കില്ല. അടുത്തത് ക്രിയ. എന്നാൽ ബ്രഹ്മം ആ കർത്താവാണ്, അഭോക്താവുമാണ്. ഒരു കർമ്മത്തിലും ബ്രഹ്മം ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് ക്രിയ ഉപയോഗിച്ച് ബ്രഹ്മത്തെ വിവരിക്കാൻ സാധിക്കില്ല. അവസാനമായി സംബന്ധം. ബ്രഹ്മം ഏകമാണ്, അദ്വയമാണ്, അസംഗമാണ്. അതുകൊണ്ട് ഉപനിഷത്ത് പറയുന്നു, യഥോ വാച്ചോ നിവർത്തന്തെ അപ്രാപ്യ മനസാ സഹ. വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും എത്തിച്ചേരാൻ കഴിയാത്ത സത്യമാണ് ബ്രഹ്മം. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. ചാന്തോക്യ ഉപനിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. പ്രിയമുള്ളവരെ, തത്വമസി എന്ന മഹാവാക്യം ഉദ്ദാലക മഹർഷി മകനായ ശ്വേതകേതുവിന് പറഞ്ഞു കൊടുക്കുന്നതിന് തൊട്ടു മുൻപുള്ള ശ്ലോകമാണിത്. ശ്ലോകം ഇതാണ്: സദേവ സൗമ്യ ഇദം അഗ്രേ ആസീത് ഏകം ഏവം അദ്വിതീയം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം സൗമ്യം എന്നാൽ സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. മകനെ, അച്ഛൻ മകനെ വിളിക്കുന്നു മോനെ. സത് ഏവം, ഒരേ ഒരു സത്യം, എക്സിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോൾ? ഇദം അഗ്രേ, ഇവിടെ ആദ്യമായിട്ട് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏതാണ്? ഏകം ഏവം അദ്വിതീയം. നമ്മൾ ഈ ശ്ലോകത്തിന്റെ മുഴുവൻ അർത്ഥവും സന്ദർഭവും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. തത്വമസി എന്ന മഹാവാക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിശദമായി നോക്കാം. എന്നാൽ അവസാനത്തെ 3 വാക്കുകൾ ശ്രദ്ധിക്കൂ: ഏകം ഏവം അദ്വിതീയം. ഈ 3 വാക്കുകളിലൂടെ ബ്രഹ്മം ഏകം, ഒന്നേ ഉള്ളൂ, ഏവം, അത് മാത്രമേ ഉള്ളൂ, അദ്വിതീയം, മറ്റൊന്നില്ല എന്ന് നമ്മൾ തെളിയിക്കാൻ പോകുന്നു.
ഇത് മനസ്സിലാക്കണമെങ്കിൽ വേദാന്തം വസ്തുക്കളിലെ ഭേദം, അതായത് വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 3 തരം വ്യത്യാസങ്ങളെക്കുറിച്ച് വേദാന്തം പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. 3 ഭേദങ്ങൾ. ഭേദം എന്ന വാക്കിന് ഡിഫറൻസ്, വ്യത്യാസം എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ വസ്തുക്കളും തമ്മിലുള്ള 3 വ്യത്യാസത്തെക്കുറിച്ച്, 3 ഭേദത്തെക്കുറിച്ച് വേദാന്തം പറയുന്നു. ആദ്യത്തേത് സജാതീയ ഭേദം, രണ്ടാമത്തേത് വിജാതീയ ഭേദം, മൂന്നാമത്തേത് സ്വഗത ഭേദം. ഇനി ഇവ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാം. ഈ ഓരോ ഭേദങ്ങളും എങ്ങനെ ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല എന്ന് നോക്കാം. ആദ്യത്തേത് സജാതീയ ഭേദം. ഒരേ വിഭാഗത്തിൽപ്പെടുന്ന 2 വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസമാണ് സജാതീയ ഭേദം. ഉദാഹരണത്തിന് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. അല്ലെങ്കിൽ മരം എന്നത് ഒരേ ജാതിയിലുള്ളതാണ്, എന്നാൽ ഒരേ ജാതിയിൽപ്പെട്ട പലതരത്തിലുള്ള മരങ്ങളുണ്ട്. ഒരു മരവും വേറൊരു മരവും തമ്മിലുള്ള വ്യത്യാസം, ഇതിനെയാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. എന്നാൽ ബ്രഹ്മത്തിന് സജാതീയ ഭേദമില്ല. കാരണം ഇവിടെ ഒരേ ഒരു ബ്രഹ്മമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല. അതുകൊണ്ട് നമുക്ക് സജാതീയ ഭേദം ബ്രഹ്മത്തിന് പറയാൻ കഴിയില്ല. ബ്രഹ്മം സർവവ്യാപിയാണ്. നിങ്ങൾ സ്പേസിനെ കുറിച്ച് ചിന്തിക്കൂ. സ്പേസ് എന്നത് ഒന്നേ ഉള്ളൂ, 2 സ്പേസ് ഇല്ല. അതുകൊണ്ട് സജാതീയ ഭേദം ബ്രഹ്മന് ബാധിക്കുന്നില്ല. രണ്ടാമത്തേത് വിജാതീയ ഭേദം. വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന വസ്തുക്കൾ തമ്മിലുള്ള വ്യത്യാസമാണ് വിജാതീയ ഭേദം. ഉദാഹരണത്തിന് മനുഷ്യനും മൃഗവും, മരവും കല്ലും. എന്നാൽ ബ്രഹ്മത്തിന് വിജാതീയ ഭേദം ഉണ്ടാവണമെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ വേദാന്തം പറയുന്നു സർവം കലുഹിതം ബ്രഹ്മ. ഇവിടെ എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മം മാത്രമേയുള്ളൂ. ബ്രഹ്മത്തിൽ നിന്ന് വിഭിന്നമായി ഒന്നുമില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിന് വിജാതീയ ഭേദവും ബാധിക്കുന്നില്ല. അവസാനത്തേത് സ്വഗത ഭേദം. ഒരു വസ്തുവിന്റെ തന്നെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണിത്. ഉദാഹരണത്തിന് ഒരു മനുഷ്യന്റെ ശരീരം എന്നാൽ കൈ, കാൽ, തല എന്നിങ്ങനെ പരസ്പരം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു. എന്നാൽ ബ്രഹ്മത്തിനെ അഖണ്ഡം എന്നാണ് വിളിക്കുന്നത്. അതായത് വിഭജിക്കാൻ കഴിയാത്തതാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന് പാർട്സുകളില്ല. അതുകൊണ്ട് തന്നെ സ്വഗത ഭേദം ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല. ഇനി നമുക്ക് ഇവ 3ഉം ഒരുമിച്ച് ആ മന്ത്രവും ചേർത്ത് മനസ്സിലാക്കാം. ബ്രഹ്മത്തിന് സ്വജാതീയ ഭേദമോ വിജാതീയ ഭേദമോ സ്വഗത ഭേദമോ പറയാൻ കഴിയില്ല. കാരണം സ്വജാതീയ ഭേദമില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം ഏകം ഏവം, ഒന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വജാതീയ ഭേദം ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല. രണ്ടാമത്തേത് വിജാതീയ ഭേദം. എന്താണ് പറയുന്നത്? ബ്രഹ്മം അദ്വിതീയം എന്ന് പറയുന്നു, രണ്ടാമതൊന്നില്ല. അതുകൊണ്ട് തന്നെ വിജാതീയ ഭേദം ബ്രഹ്മനെ ബാധിക്കുന്നില്ല. അവസാനമായി സ്വഗത ഭേദം. ബ്രഹ്മൻ അഖണ്ഡമാണ്, നിരാകാരമാണ്. അതുകൊണ്ട് തന്നെ സ്വഗത ഭേദവും ബ്രഹ്മനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നു ഏകം ഏവം അദ്വിതീയം, ബ്രഹ്മം ഒന്നേ ഉള്ളൂ, മറ്റൊന്നില്ല. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 ദൈവസങ്കല്പത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ദേവതകൾ, ഈശ്വരൻ, ബ്രഹ്മം. അതുപോലെ ഒരു ഉദാഹരണവും നമ്മൾ പറഞ്ഞിരുന്നു. ദേവതകളെ കുറിച്ച് പഠിക്കുന്നത് ഒരു ഹൈസ്കൂൾ തലത്തിലുള്ള അറിവാണ്. ഈശ്വരനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു ബിരുദമോ ബിരുദാനന്ത ബിരുദമോ പഠിക്കാൻ പോകുന്നത് പോലെയാണ്. എന്നാൽ ബ്രഹ്മം എന്ന വിഷയം സൂക്ഷ്മമാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്നത് ഒരു PhD ലെവൽ പഠനമാണ്. എന്നാൽ ഏത് തലത്തിലുള്ള ആളുകൾക്കും ഒരേ ഒരു ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ ഈ 3 തലങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാം. ആ വിശിഷ്ട ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ ഒരേ സമയം ദേവതയുടെ റോളിലും ഈശ്വരന്റെ റോളിലും ബ്രഹ്മത്തിന്റെ റോളിലും പ്രത്യക്ഷപ്പെട്ട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. മാത്രവുമല്ല, ആത്മീയതയുടെ LKG മുതൽ PhD വരെയുള്ള വിഷയങ്ങളും ഭഗവത്ഗീതയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ശ്ലോകം നമ്മൾ ഭഗവത്ഗീതയിൽ നിന്നാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ശ്ലോകം ഏതാണെന്ന് നോക്കാം. ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകമാണിത്. ശ്ലോകം നോക്കുന്നതിന് മുൻപ് ആദ്യം നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഉദ്ദേശം ഒന്ന് മനസ്സിലാക്കാം. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് സർവം കൽവിതം ബ്രഹ്മ, ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നാണ്. സാധാരണയായി ഈ ശ്ലോകം ഫുഡ് പ്രയർ, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് ആശ്രമങ്ങളിലും വീടുകളിലും ചൊല്ലാറുണ്ട്. മാത്രവുമല്ല, ഏതൊരു യജ്ഞം തുടങ്ങുന്നതിന് മുൻപും ഈ ശ്ലോകം ചൊല്ലാറുണ്ട്. ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്ന് സങ്കല്പിക്കൂ. നിങ്ങളുടെ മുമ്പിൽ ആദ്യം എന്താണ് വരുന്നത്? ഭക്ഷണം വരുന്നു. അതൊരു ഓഫറിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു അർപ്പണമാണ്. അടുത്തത്, നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, അതൊരു പക്ഷേ സ്പൂൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൈയായിരിക്കാം.
മൂന്നാമത്തേത്, ഈ ഭക്ഷണം നിങ്ങൾ എങ്ങോട്ടാണ്? നിങ്ങളുടെ ആമാശയത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു അഗ്നി ജ്വലിക്കുന്നുണ്ട്. നമ്മൾ അതിനെ ജഠരാഗ്നി എന്നാണ് പറയുന്നത്. അവസാനമായി ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്ന നിങ്ങൾ, അതായത് ഭക്ഷണം കഴിക്കുന്ന നിങ്ങളുമുണ്ട്. ഇനി നമുക്ക് ഇതേ 4 ഘട്ടങ്ങൾ ഒരു യജ്ഞവുമായി ബന്ധപ്പെടുത്തി നോക്കാം. ആദ്യത്തേത്, ഒരു യജ്ഞത്തിൽ നിങ്ങൾക്കറിയാം എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നെയ്യ്. യജ്ഞത്തിൽ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നു. രണ്ടാമതായി, ആ നെയ്യ് കോരുന്ന ഒരു ലാഡിൽ അല്ലെങ്കിൽ ഒരു കോരി ഉണ്ടാകും. അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്. മൂന്നാമത്, ഈ നെയ്യ് എവിടേക്കാണ് ഒഴിക്കുന്നത്? അഗ്നിയിലേക്കാണ് ഒഴിക്കുന്നത്, ഹോമാഗ്നിയിലേക്കാണ് ഒഴിക്കുന്നത്. നാലാമതായി, ഇതെല്ലാം ചെയ്യുന്ന ഒരു പ്രീസ്റ്റ്, പൂജാരി നിങ്ങൾക്ക് കാണാം. പ്രിയമുള്ളവരെ, ഇനിയാണ് ഈ ശ്ലോകത്തിന്റെ മഹത്വം. ഇതെല്ലാം നമ്മളുടെ കാഴ്ചപ്പാടിൽ എന്താണ്? ബ്രഹ്മമാണ്. സർവം കൽവിതം ബ്രഹ്മ. ശ്ലോകം ഇതാണ്: ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനാം. നോക്കൂ, ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ വളരെ വ്യക്തമായും മനോഹരമായും പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ആദ്യത്തെ വരി ബ്രഹ്മ അർപ്പണം. നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാം. അർപ്പണം ബ്രഹ്മ. നിങ്ങൾ എന്താണോ അർപ്പിക്കുന്നത് അത് ബ്രഹ്മമാണ്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ബ്രഹ്മമാണ്. യജ്ഞം ചെയ്യുകയാണെങ്കിൽ ആ നെയ്യ് ബ്രഹ്മമാണ്. അടുത്ത ലൈൻ ബ്രഹ്മ ഹവി. ഹവിസ് ബ്രഹ്മ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്, ഭക്ഷണമാണെങ്കിൽ നിങ്ങളുടെ കയ്യ് ഇൻസ്ട്രുമെന്റ് ആണ്. യജ്ഞമാണെങ്കിൽ അത് കോരുന്ന കോരി ഇൻസ്ട്രുമെന്റ് ആണ്, അതും ബ്രഹ്മമാണെന്ന് പറയുന്നു. ബ്രഹ്മാഗ്നൗ, അഗ്നി ബ്രഹ്മ. ആ അഗ്നി ബ്രഹ്മമാണ്. നിങ്ങളുടെ ജഠരാഗ്നിയും ബ്രഹ്മമാണ്, ഹോമാഗ്നിയും ബ്രഹ്മമാണ്. ബ്രഹ്മണാഹുതം, ആഹൂതം ബ്രഹ്മം. അത് ചെയ്യുന്ന ആളും ബ്രഹ്മമാണ്. ഇനി ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ബ്രഹ്മൈവ തേന ഗന്ധവ്യം. ഇതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അതും ബ്രഹ്മമാണ്. ഇനി ബ്രഹ്മ കർമ്മ സമാധിനാം. ഇവിടെ സമാധി എന്ന വാക്കിന് ആചാര്യന്മാർ നൽകിയിരിക്കുന്ന അർത്ഥം ബ്രഹ്മജ്ഞാനം എന്നാണ്. ഒരാൾക്ക് ബ്രഹ്മജ്ഞാനം കിട്ടണമെങ്കിൽ ഇതിലെ എല്ലാത്തിലും ബ്രഹ്മത്തെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കൂ, ഒരു സാധാരണ മനുഷ്യൻ ഈ 4 പ്രവൃത്തികൾ, എല്ലാ പ്രവൃത്തികളെയും വേറെ വേറെ കാണുന്നു. എന്നാൽ ഒരു ബ്രഹ്മജ്ഞാനി ഇതെല്ലാം ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുന്നു. ഒരേ ഒരു ബ്രഹ്മമായി മാത്രം കാണുന്നു. കഴിക്കുന്ന ഭക്ഷണവും ബ്രഹ്മമാണ്, കഴിക്കുന്ന ആളും ബ്രഹ്മമാണ്, ആ പ്രോസസ്സും ബ്രഹ്മമാണ്, അതെല്ലാം നടത്തുന്നതും ബ്രഹ്മമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തം നിങ്ങളെ ബ്രഹ്മമാക്കുന്നില്ല, നിങ്ങളെ ബ്രഹ്മമാക്കി മാറ്റുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി ബ്രഹ്മമാണെന്ന് ഉപനിഷത്തുക്കൾ പറയുന്നു. തത്വമസി. എന്താണ് തത്വമസിയുടെ അർത്ഥം? നിങ്ങൾ ശ്രദ്ധിക്കൂ, തത്വമസി എന്നത് ഒരു പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് നിങ്ങൾ ബ്രഹ്മമാണ് എന്നാണ്, നിങ്ങൾ ബ്രഹ്മമായി തീരും എന്നല്ല. അതുകൊണ്ട് നിങ്ങൾ ബ്രഹ്മമാണ്. എന്നാൽ നമ്മൾ മിഥ്യാബോധത്തിൽ, അജ്ഞത മൂലം മിഥ്യാബോധത്തിൽ ജീവിക്കുന്നു. വേദാന്തം ആ മിഥ്യയെ ഇല്ലാതാക്കുന്നു, ആ അജ്ഞാനത്തെ നീക്കുന്നു. മിഥ്യ നീക്കിക്കഴിഞ്ഞാൽ പിന്നെ സത്യം, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. സർവം കൽവിതം ബ്രഹ്മ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.